ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈസെൻസിന്റെ ഒരു കിഡിലൻ ടി വി ആണ്. ഹൈസെൻസിന്റെ Q6N എന്ന് പറയുന്ന QLED ടി വി ആണ്. ഹൈസെൻസ് എന്ന ബ്രാൻഡ് ഓൾറെഡി ഷിപ്മെന്റിന്റെ കാര്യത്തിൽ വേൾഡിലെ തന്നെ 2ാം സ്ഥാനം നിൽക്കുന്ന ബ്രാൻഡാണ്. പിന്നെ ഇവർ യൂറോ കപ്പിന്റെ ഒഫീഷ്യൽ പാർട്ണറും കൂടിയാണ്. ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പൊ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഹൈസെൻസ് ടി വി ഉപയോഗിക്കുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് കൂടി നോക്കിക്കോളൂ. ഈ ഒരു ടിവിക്ക് 3 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി തരുന്നത്. ഈ ടി വി 5 സൈസിലാണ് വരുന്നത്. 43 ഇഞ്ച് വരുന്നുണ്ട്, 50 ഇഞ്ച് വരുന്നുണ്ട്, 55 ഇഞ്ച് വരുന്നുണ്ട്, 65 ഇഞ്ച്, 75 ഇഞ്ച്. അപ്പൊ നിങ്ങളുടെ വീട്ടിന് ആവശ്യമുള്ള സൈസ് നോക്കിക്കൊണ്ട് കൃത്യമായ ഒരെണ്ണം ചൂസ് ചെയ്യാം. ഈ ഒരു ടി വി വന്ന ബോക്സിൽ ഈ ഒരു ടി വി വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഒരു കേബിൾ, ടി വി കണക്ട് ചെയ്യാനുള്ള ഈ ഒരു കേബിൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ റിമോട്ട്, അതിലേക്കുള്ള ബാറ്ററി, പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ്, പിന്നെ സ്ക്രൂ, ഇതിന്റെ സ്റ്റാൻഡ്, ഇത്രയും കാര്യങ്ങളാണ് ആ ബോക്സിൽ ഉണ്ടായിരുന്നത്. ഈ ടിവിയുടെ ബിൽറ്റ് ക്വാളിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. നല്ല ക്വാളിറ്റിയാണ്. ഫ്രെയിമും കാര്യങ്ങളൊന്നും ഒരു തരത്തിലുള്ള ബിൽറ്റ് ക്വാളിറ്റി ഇഷ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. സ്റ്റാൻഡൊക്കെ സ്ട്രോങ് ആണ്. റിയർ പാനലിലേക്ക് വന്നാലും നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു ഇഷ്യൂസും ക്വാളിറ്റിയുടെ ഭാഗത്ത് ഈ ഒരു ടി വിക്ക് ഇല്ല. ഇൻക്ലൂഡിങ് ഈ റിമോട്ട് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ് കൊടുത്തിരിക്കുന്നത്. പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പവർ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. മുകളിൽ നിങ്ങൾക്ക് രണ്ട് USB-A പോർട്ടുകൾ കാണാം, പിന്നെ HDMI, പിന്നെ 3.5mm, പിന്നെ താഴെ വീണ്ടും ഒരു HDMI, പിന്നെ അതിന് താഴെ HDMI ആർക്ക് നമുക്ക് ഓഡിയോ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ്, പിന്നെ ANT നമ്മുടെ ആന്റിനയൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഓഡിയോ ഔട്ട്പുട്ട്, പിന്നെ LAN കണക്ഷൻ, ഇത്രയും കാര്യങ്ങളുള്ള പോർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിമോട്ട് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. നല്ല റിമോട്ടൊക്കെയാണ്. ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടൺ നമുക്ക് നടുവിൽ തന്നെ കാണാം. ഇൻപുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഏറ്റവും താഴെയായിട്ട് നെറ്റ്ഫ്ലിക്സിന്റെ, യൂട്യൂബ്, സോണി ലിവ്, പ്രൈം വീഡിയോ, മീഡിയ, ഹോട്ട്സ്റ്റാർ, ഇങ്ങനെ എല്ലാ സംഭവങ്ങളുടെയും ബട്ടണുകൾ, ഡെഡിക്കേറ്റഡ് ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിൽ ഫാർ ഫീൽഡ് വോയിസ് കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് വോയിസ് അസിസ്റ്റന്റ്, ഗൂഗിൾ ടി വി ആണ്, ഓൾറെഡി ഗൂഗിൾ അസിസ്റ്റന്റ് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് അലക്സ വഴി നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ കൺട്രോളും കാര്യങ്ങളൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി നമുക്ക് ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റി, ഒരു ടി വിയെ കുറിച്ച് പറയുമ്പോൾ ഡിസ്പ്ലേ ആണല്ലോ പറയേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയുണ്ട് വിഷ്വൽ. എന്നെ സംബന്ധിച്ച് യാതൊരു ഇഷ്യൂ ഇല്ല. അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് 55 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണുള്ളത്. ഒപ്പം തന്നെ ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ടി വിയിൽ സിനിമ കാണാനായാലും എന്ത് തരം നോർമൽ കണ്ടന്റ് ആയാലും ഒരു വിഷയമില്ല. ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡിസ്പ്ലേ ജസ്റ്റ് വീഡിയോ, സിനിമ കാണാനും മറ്റും മാത്രമായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ അല്ല. ഗെയിമിംഗ് അടക്കം ഇതിനകത്ത് സെറ്റ് ആയിട്ട് പോസിബിൾ ആണ്. ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേരിയബിൾ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. VRR, വേരിയബിൾ റീഫ്രഷ് റേറ്റ്. സോ നമുക്ക് ഗെയിമിന്റെ ഒരു സെറ്റപ്പിനനുസരിച്ച് റീഫ്രഷ് റേറ്റ് കൂട്ടിയും കുറച്ചൊക്കെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ ALLM, ഓട്ടോ ലോ ലേറ്റൻസി എന്ന് പറയുന്ന സംവിധാനവും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ വക സംഭവങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഗെയിം കളിക്കുന്നവർക്ക് നല്ല ഡീസന്റ് ആയ ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഒരു ടി വി തരും. പിന്നെ ഇതിനകത്ത് പലതരത്തിലുള്ള പിക്ചർ മോഡുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ മെനു എടുത്തു കഴിഞ്ഞാൽ അതിൽ പിക്ചർ മോഡ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ഡൈനാമിക്, സ്റ്റാൻഡേർഡ്, ക്രിക്കറ്റ്, PC ഗെയിം, എനർജി സേവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതിൽ ഫിലിം മേക്കർ മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് വരുന്നുണ്ട്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കളറും കാര്യങ്ങളൊക്കെ ഏറ്റവും കറക്റ്റായ രീതിയിൽ ഭംഗിയായിട്ട് കിട്ടും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ അതിന്റെ ഒപ്പം തന്നെ AI സ്പോർട്സ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് വരുന്നുണ്ട്. ഈ ഒരു മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഒരു ഗെയിം പ്ലേയും മറ്റും കാണാൻ പറ്റുന്ന രീതിയിൽ കുറെ കൂടി ഒപ്റ്റിമൈസ്ഡ് ആയി സെറ്റപ്പ് ആയിട്ട് നമുക്ക് ടിവിയുടെ വിഷ്വലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കിട്ടും. സോ AI സ്പോർട്സ് മോഡ് നിങ്ങൾ സ്പോർട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. പിന്നെ 4K അപ്സ്കെയിലർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ മിക്കവാറും ടിവികളൊക്കെ കാണാം. ഫുൾ HD കണ്ടന്റ് ആണെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഒന്നുകൂടി അപ്സ്കെയിൽ ചെയ്ത് 4K ആക്കി കാണിച്ചു തരുന്ന ഒരു സംവിധാനം ഈ ടി വി ചെയ്യും. സോ അപ്പൊ അങ്ങനെ വിഷ്വൽ ക്വാളിറ്റിക്ക് പലതരത്തിലുള്ള മോഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഒക്കെ കണക്ട് ചെയ്യണം. ബ്ലൂടൂത്ത് വഴി ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഹെഡ്ഫോണിലേക്ക് കാര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഗൂഗിൾ ഹോം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ ഹോം വഴിയുള്ള മറ്റ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്യാം. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഓൾറെഡി ഇതിൽ യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ? യെസ്, ഞാൻ യൂട്യൂബും നെറ്റ്ഫ്ലിക്സ് അതേപോലെ പ്രൈം വീഡിയോ, മ്യൂസിക് ഞാൻ സെലക്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അത് കൂടാതെ ബാക്കിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടിവിയുടെ പ്രൈസും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ 43 ഇഞ്ച് മോഡൽ വരുമ്പോൾ അതിന് വെറും 33,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫറും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിക്കുക. സോ ആ ഒരു പ്രൈസിന് 43 ഇഞ്ച് ടിവി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ടിവി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ബാക്കി എല്ലാ മോഡലിന്റെയും വില വിവരങ്ങൾ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതിന്റെ ഏറ്റവും കൂടിയ മോഡൽ 75 ഇഞ്ചിന്റെ ആണെങ്കിൽ 96,990 രൂപയാണ് വരുന്നത്. അത്രയും വലുതൊക്കെ വേണമെങ്കിൽ ആ പ്രൈസ് വേണ്ടി വരും. സോ മൊത്തത്തിൽ ഈ ഒരു ടിവിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രൈസ് ഒപ്പം തന്നെ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സ് എല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ ഒരു നല്ല വാല്യൂ ഫോർ മണി ആയ ഒരു ടിവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? എങ്ങനെയായാലും നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാരണം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. സോ അപ്പൊ അങ്ങനെയാണ് ഹൈസെൻസ് ടിവി Q6N എന്ന് പറയുന്ന ഈ QLED ടിവിയെ കുറിച്ചുള്ള എന്റെ ഒരു അഭിപ്രായം. മൊത്തത്തിൽ കൊള്ളാം, വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നു. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാരണം താഴെ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും എല്ലാവരും ചെക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും കമന്റ് കൂടി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.